നമസ്കാരം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം 70,000 പേരെ കൊല്ലുവാൻ ഇസ്രായേൽ പ്രയോഗിച്ചത് മിസൈലുകളും തോക്കുകളും പട്ടിണിയും മാത്രമല്ല. യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ ലോകം വിലക്കിയ ബൂബി ട്രാപ്പ് ചെയ്ത റോബോട്ടുകൾ പോലും ഇവരുടെ ആക്രമണങ്ങൾക്ക് ആയുധമായി മാറ്റിയെന്ന നടുക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുരൾച്ചയോടെ എത്തുന്ന ബോംബർ വിമാനങ്ങൾ വർഷിക്കുന്ന മിസൈലുകളെക്കാളും കരവഴിയെത്തിയ സൈന്യം തോക്കും പീരങ്കിയും ഉപയോഗിച്ച് നേരിട്ട് നടത്തുന്ന ആക്രമണങ്ങളെക്കാളും പ്രഹരശേഷിയുള്ള ചതിപ്രയോഗം നടത്തിയാണ് ഗാസയിൽ സർവനാശം വിതച്ചതെന്ന് യൂറോമെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. വെടിനിർത്തലിന് പിന്നാലെ ഫലസ്തീനികൾ സ്വന്തം വീടുകൾ തേടി ജന്മനാടുകളിലേക്ക് തിരികെ എത്തിയപ്പോഴാണ് ഒന്നും ശേഷിക്കാതെ തകർത്ത ബൂബി ട്രാപ്ഡ് റോബോട്ടുകളുടെ പ്രഹരശേഷി ലോകം അറിയുന്നത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച വ്യോമാക്രമണത്തിന് പിന്നാലെ വീടുകൾ ഒഴിഞ്ഞുപോയ ഗാസ നിവാസികളുടെ അവശേഷിച്ച കെട്ടിടങ്ങളും വസ്തുക്കളുമെല്ലാം നാമാവശേഷമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ലോകം വിലക്കിയ യുദ്ധതന്ത്രം ഇസ്രായേൽ പ്രയോഗിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2024 മെയ്യിൽ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ആദ്യമായി ഇസ്രായേൽ സൈന്യം ബൂബി ട്രാപ്ഡ് റോബോട്ട് ഉപയോഗിച്ചത്. ഇത് ഗാസ സിറ്റിയിലും ജബലിയയിലുമായി കെട്ടിടങ്ങളും വീടുകളും ആശുപത്രികളും നിറഞ്ഞ പ്രദേശങ്ങളിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതുവരെ തുടർന്നു. സേവന കാലാവധി പൂർത്തിയാക്കിയ ശേഷം സൈന്യം ഉപേക്ഷിച്ച M113 എന്ന ആംഡ് പേഴ്സണൽ കാരിയർ വാഹനമാണ് റോബോട്ടിക് ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. വിദൂരങ്ങളിലിരുന്ന് റിമോട്ടുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്ന വിധത്തിൽ സജ്ജീകരിച്ചാണ് M113 എന്ന സർവ്വസംഹാരിയെ യുദ്ധഭൂമിയുടെ നടുത്തളത്തിലേക്ക് നയിക്കുന്നത്. 3 മുതൽ 5 ടൺ വരെ സ്ഫോടന വസ്തുക്കൾ നിറച്ച ശേഷം വീടുകളും ആശുപത്രികളും ഉൾപ്പെടെ കെട്ടിട സമുച്ചയങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് ബൂബി ട്രാപ്ഡ് റോബോട്ട്സ് സൈനിക ബുൾഡോസറുകളുടെ സഹായത്തോടെ നിരക്കി നീക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. ശേഷം അകലങ്ങളിലിരിക്കുന്ന സൈനികർ വിദൂര നിയന്ത്രിത റിമോട്ടിലൂടെ സ്ഫോടനം നടത്തും. 100 മുതൽ 300 വരെ ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വമ്പൻ സ്ഫോടനത്തിലൂടെ ചുറ്റുപാടിനെ നരകമാക്കുന്നതാണിതെന്ന് വിദഗ്ധർ വിശദീകരിക്കുന്നു. സെയ്തൂണിൽ മാത്രം ഇതിനകം 500ഓളം കെട്ടിടങ്ങൾ ഇത്തരം സ്ഫോടനത്തിലൂടെ തകർത്തുവെന്ന് യൂറോമെഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സംഘർഷവേളയിലും കേൾക്കാത്ത ശബ്ദമായിരുന്നു ഇത്തവണത്തെ യുദ്ധത്തിൽ ഗാസയിൽ മുഴുകിയതെന്ന് ഗാസ നിവാസിയായ ഗരീഫ് ഷാദി അൽ ജസീറയോട് പങ്കുവച്ചു. സ്ഫോടന വസ്തുക്കൾ നിറച്ച് റോബോട്ട് റെസിഡൻഷ്യൽ കോംപ്ലക്സിലേക്ക് പ്രവേശിക്കുന്നതിന് സാക്ഷിയായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം അവശിഷ്ടങ്ങളായി മാറി. കഴിഞ്ഞ നവംബറിൽ ജബാലിയ ക്യാമ്പിനെ തകർത്ത സ്ഫോടനത്തിന്റെ ഓർമ്മ പങ്കുവച്ചാണ് ഷാദി ഇക്കാര്യം പറഞ്ഞത്. ആ നവംബറിലെ പ്രഭാതത്തിൽ 8 അംഗങ്ങളുള്ള കുടുംബത്തിന് ഭക്ഷണം തേടിയാണ് അന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ ഒരു ടാങ്കർ വാഹനത്തെ D110 ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിട സമുച്ചയത്തിനുള്ളിലേക്ക് തള്ളി നിൽക്കുന്നത് കണ്ടു. പന്തികേട് തോന്നി ഞാൻ ഓടി. കുറഞ്ഞത് 100 മീറ്റർ ഓടാനേ കഴിഞ്ഞുള്ളൂ. വലിയ പൊട്ടിത്തെറി നടന്നു. സ്ഫോടനം അത്ര ശക്തമായിരുന്നു. അടുത്തുണ്ടായിരുന്നവർ ശരീരഭാഗങ്ങൾ പോലും അവശേഷിക്കാതെ ചിന്നി ചിതറിയതായി ഷാദി പറഞ്ഞു. കാൽപാദത്തിനിടയിൽ ഭൂമി കുലുങ്ങുന്നത് പോലുള്ള അനുഭവമായിരുന്നുവെന്നും അദ്ദേഹം ഓർത്തെടുത്തു. നിരോധിത ആയുധങ്ങളുടെ പരിധിയിൽപ്പെടുന്നതാണ് ഈ ആക്രമണമെന്ന് യൂറോമെഡ് റിപ്പോർട്ട് ചെയ്യുന്നു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നത് യുദ്ധക്കുറ്റവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണെന്ന് യൂറോമെഡ് വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഇസ്രായേൽ സൈന്യമോ സർക്കാരോ ഈ ആയുധങ്ങളുടെ ഉപയോഗം പരസ്യമായി അംഗീകരിച്ചിട്ടില്ല. ഗാസയിൽ നിന്നും ചിത്രങ്ങളും വീഡിയോകളും ബൂബി ട്രാപ്ഡ് റോബോട്ടുകൾ ഇസ്രായേൽ പരക്കെ ഉപയോഗിച്ചുവെന്ന് തെളിയിക്കുന്നതാണ്. ഇസ്രായേൽ സൈന്യവുമായി ബന്ധപ്പെട്ടെങ്കിലും ഇവ സംബന്ധിച്ച് പ്രതികരിക്കില്ലെന്ന് അൽ ജസീറ വ്യക്തമാക്കി. ഇസ്രായേൽ സൈന്യവുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചില്ലെന്നാണ് അൽ ജസീറ വ്യക്തമാക്കുന്നത്. സ്ഫോടന പ്രഹരം മാത്രമല്ല, പൊട്ടിത്തെറിക്ക് പിന്നാലെ വിഷവാതകം പരത്തുകയും ചെയ്യുന്നതായി ഫലസ്തീനിയൻ മെഡിക്കൽ റിലീഫ് സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബു അബ്സ വെളിപ്പെടുത്തി. സമീപ പ്രദേശങ്ങളിലേക്ക് വാതകം പടരുന്നതോടെ ഗുരുതര ശ്വസന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശ്വാസതടസ്സം സംബന്ധിച്ച് ആവർത്തിച്ചുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലെഡും അപകടകരമായ രാസവസ്തുക്കളും അടങ്ങിയതാണ് ഈ വിഷവാതകം. യുദ്ധം കഴിഞ്ഞും അതിന്റെ ശേഷിപ്പുകൾ അന്തരീക്ഷത്തിലുണ്ടെന്ന് ഡോക്ടർ മുഹമ്മദ് അബു അബ്സ പറയുന്നു. വെടിമരുന്നിന്റെയും കത്തിയ ലോഹത്തിന്റെയും മിശ്രിതം ശ്വാസകോശത്തിൽ പറ്റിപ്പിടിച്ചതായും സ്ഫോടനത്തിന് ശേഷം വളരെക്കാലം ശ്വസിക്കുവാൻ പ്രയാസപ്പെടുന്നതായും ഗാസ സിറ്റിയിലെ സാബ്ര നിവാസാവും അഹമ്മദ് അൽ ദ്രിമിലി പറഞ്ഞു. പൊട്ടിത്തെറിയുടെ ശബ്ദവും വ്യത്യസ്തമായിരുന്നുവെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ജബലിയ, ക്യാമ്പ് ബെത് ഹനൂൻ, തൽ അൽ സാത്തർ, ബെത്ലഹിയ, തുഫ, നൈബർഹുഡ്, ഷുജായിയ, സൈത്തൂൺ, സബ്ര, ഷെയ്ഖ് റദ്വാൻ, അബു ഇസ്കന്ദർ, ജബാലിയ ഡൗൺ ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ബൂബി ട്രാപ്പ് റോബോട്ട്സ് വ്യാപകമായി ഉപയോഗിച്ചു. ഗാസയെ പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ വരെ നിരോധിച്ച യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ച് ഗാസയുടെ ഫലഭൂഷ്ടമായ മണ്ണിനെ വിഷലിപ്തമാക്കിയിരുന്നു ഇസ്രയേൽ. അനേകം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതിന് പുറമെ വ്യാപകമായ രീതിയിൽ കാർഷിക മേഖലയെ നശിപ്പിക്കുന്നവയാണിതെന്ന് ഫലസ്തീനിയൻ അഗ്രികൾച്ചർ വർക്ക് കമ്മിറ്റി യൂണിയൻ ഡയറക്ടർ
മൊയാദ് ബസ്രാത്ത് പ്രതികരിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച യുദ്ധസാമഗ്രികളാണ് ഇസ്രയേൽ ഗാസ മുനമ്പിൽ ഉപയോഗിച്ചിരുന്നത്. വൈറ്റ് ഫോസ്ഫറസ്, അപകടകരമായ ബോംബുകൾ, യുഎസിൽ നിന്നുള്ള മിസൈൽ എന്നിവയൊക്കെ ഇതിൽപ്പെടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാഴ്ച നഷ്ടം, ക്യാൻസർ, ചർമ്മത്തിലെ പൊള്ളൽ തുടങ്ങി പല മാരകമായ ശാരീരിക അസുഖങ്ങൾക്കും ഇത് കാരണമാകും. മനുഷ്യന് പുറമെ മണ്ണിനെയും ഇവ ഇല്ലാതാക്കുന്നുണ്ട്. ഈ പദാർത്ഥങ്ങൾ മണ്ണിനെയും ഇതിൽ വളർന്ന വിളകളെയും നിശബ്ദമാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കർഷകർ ഈ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതോടെ ക്യാൻസറോ മറ്റു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. നിരോധിത യുദ്ധോപകരണങ്ങൾ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ഗാസയിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പരിസ്ഥിതിക്കും പ്രതികൂലമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്. ഈ പദാർത്ഥങ്ങൾ കലർന്ന മണ്ണ് 3-5 വർഷത്തേക്ക് കൃഷിക്ക് അനുയോജ്യമായിരിക്കില്ലെന്നും ഉൽപാദനക്ഷമമല്ലായിരിക്കും എന്നുമാണ് മൊയാദ് ബസ്രാത്ത് പറയുന്നത്. ഗാസയിൽ ഫംഗസുകളും അണുക്കളും വ്യാപകമാണ്. മരിച്ച മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും ശവശരീരങ്ങൾ കൃത്യമായി മറവു ചെയ്യാൻ പോലും പറ്റാതെ അത് മേഖലയുടെ ജൈവിക വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം വ്യത്യസ്ത രാസപദാർത്ഥങ്ങൾ കൂടി ചേരുന്നതോടെ വ്യത്യസ്ത രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ മേഖല കീഴടങ്ങുകയാണ്. 2024 ഡിസംബർ 26 ഈ ഫംഗൽ ബാധ ഗാസ മേഖലയിലുള്ള ഇസ്രയേൽ സൈനികനിൽ റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യനില അതീവ വഷളായ നിലയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഫംഗസ് ബാധ തിരിച്ചറിഞ്ഞത്. വൈകാതെ ഈ സൈനികൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. തുടർന്ന് നിരവധി ഇസ്രയേൽ സൈനികരിൽ ഫംഗസ് ബാധ കണ്ടെത്തി. ഹമാസിന്റെ ജൈവായുധാക്രമണമാണ് ഈ ഫംഗസ് ബാധയ്ക്ക് പിന്നിലെന്ന് തുടക്കത്തിൽ ആരോപണമുയർന്നെങ്കിലും അതിനൊന്നും തെളിവുകൾ ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിൽ ഗാസയിലെ മണ്ണ് വലിയ തോതിൽ മലിനമാക്കപ്പെട്ടിരുന്നു. മണ്ണിന് അപരിചിതമായതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിക്ക് അപ്പുറമായതുമായ വസ്തുക്കൾ പെട്ടെന്ന് വന്നു ചേരുമ്പോഴാണ് ഇത്തരം ഫംഗസുകളും മറ്റു സൂക്ഷ്മജീവികളും ഉണ്ടാകുന്നത്. ഗാസയിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളുമായി കൂട്ടിച്ചേർക്കുമ്പോൾ വ്യക്തമാകുന്നത്. തിരിച്ചറിയാത്ത മരുന്നുകളെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൂക്ഷ്മ ജീവികളെയാണ് ഗാസയിൽ കണ്ടെത്തിയത്. ഇവയെല്ലാം തന്നെ ഇതുവരെ ഗാസയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ കൂടിയാണ്. റെസിസ്റ്റൻസ് മൈക്രോബുകൾ എന്നാണ് ഇവയെ ഗവേഷകർ ഇപ്പോൾ വിളിക്കുന്നത്. ഗാസയിൽ കണ്ടെത്തിയ ഇവ സൈനികരിലൂടെ ഇസ്രയേലിലേക്കും അതുവഴി മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ബാക്ടീരിയയും ഫംഗസുകളും തുടങ്ങി പാരാസൈറ്റുകൾ വരെ ഈ റെസിസ്റ്റന്റ് മൈക്രോബുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മണ്ണിൽ കീടനാശിനികൾ മുതൽ ബോംബുകളും ജൈവായുധങ്ങളും വരെയുള്ളവയുടെ പ്രയോഗനിമിത്തം ആന്റി മൈക്രോബയലിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് മൈക്രോബുകളുടെ വർധനവിന് കാരണം. ആന്റി മൈക്രോബയലുകളുടെ സാന്നിധ്യത്തിൽ സൂക്ഷ്മജീവികളെ പ്രതിരോധശേഷി വർദ്ധിക്കുകയും പിന്നീട് ഇവയുടെ അതിജീവനത്തെ ഇത് സഹായിക്കുകയും ചെയ്യും. ഇതോടെ നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് ഇവയെ ശരീരത്തിൽ നിന്ന് പുറത്താക്കുവാനോ നശിപ്പിക്കുവാനോ മനുഷ്യർക്ക് കഴിയാതെ വരികയും ചെയ്യും. ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായതുകൊണ്ടാണ് ഇസ്രയേൽ സൈനികരുടെ അണുബാധയ്ക്ക് പിന്നിൽ റെസിസ്റ്റന്റ് മൈക്രോബുകളാണെന്ന് തിരിച്ചറിഞ്ഞത്. എന്നാൽ എല്ലാം തരിപ്പണമായ ഗാസയിൽ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. ഈ സാഹചര്യത്തിൽ ഗാസയിൽ ജീവിക്കുന്ന ആളുകളിൽ ഇത്തരം ഫംഗസ് ബാധകൾ വ്യാപകമായാൽ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞേക്കില്ല.